ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റൈസ് കുക്കർ വെച്ചിട്ടുള്ളതാണ്. റൈസ് കുക്കർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. മാത്രമല്ല, ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഗ്യാസ് ഒക്കെ ഒത്തിരി ലാഭിക്കാനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് റൈസ് കുക്കർ വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പിലോട്ട് അരി തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിയൊക്കെ റൈസ് കുക്കറിലോട്ട് ഇടുന്ന ടൈമിൽ ഇതുപോലെ ആദ്യം ഗ്യാസിലിട്ടിട്ട് ഒന്ന് തിള വരണം കേട്ടോ. എന്നിട്ട് മാത്രമേ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഇത് തിളയൊക്കെ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ചെയ്യുന്ന രാത്രിയാണ്. നമ്മുടെ മട്ട അരി, പിന്നെ അതുപോലെ തന്നെ വേവൊക്കെ കൂടുതലുള്ള അരികൾ ഉണ്ടാവുമല്ലോ, ജയ, കുറുവ, അതുപോലുള്ള അരികളൊക്കെ നമുക്ക് ഇതുപോലെ രാത്രി വേവിച്ചിട്ട് രാത്രി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതേസമയം അരമണിക്കൂറൊക്കെ കൊണ്ട് വേവുന്ന അരികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഓവർനൈറ്റ് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ അരികളൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്ന ടൈമിൽ ആദ്യം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ലൈറ്റായിട്ട് ഇതിൽ ചൂടൊക്കെ കാണും കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഊറ്റിയെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഗ്യാസിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു തിളയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കുകയാണെങ്കിൽ രാത്രി വരെ ആ ഒരു ചോറ് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ചൂടുള്ള സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഊറ്റിയെടുക്കുന്ന ടൈമിൽ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വെള്ളം പൊട്ടിയ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചോറ് കിട്ടും കേട്ടോ. സാധാരണ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ, അതായത് വലിയ ചൂടൊന്നും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഊറ്റിയെടുക്കാവുന്നതാണ്. വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. ഇപ്പൊ ഇതേ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 1-1.25 മണിക്കൂറോളം ഇങ്ങനെ ഇട്ട് വേവിക്കേണ്ടി വരും. അത് മാത്രമല്ല ഗ്യാസ് നന്നായിട്ട് ചിലവാകുകയും ചെയ്യും. പിന്നെ ഇപ്പൊ ഗ്യാസ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് അറിയാം, എന്നാലും നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഒക്കെ തീർന്നു കഴിഞ്ഞിട്ട് പിന്നീട് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കിട്ടിയ ഗ്യാസ് പരമാവധി ദിവസം ഓട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കാര്യം. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ പകുതി മാത്രം പഴുത്ത പഴമാണ് കേട്ടോ, നന്നായിട്ട് പഴുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ പഴമൊക്കെ പഴുപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു റൈസ് കുക്കർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റൈസ് കുക്കറിലോട്ട് നമുക്ക് പഴം ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം സാധാരണ രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് പഴം പഴുപ്പിക്കാൻ മാത്രമല്ല ഏത് തരം ഫ്രൂട്ട്സ് ആയാലും നമുക്ക് പഴുപ്പിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പം മാങ്ങയുടെ സീസണൊക്കെയാണ് വരുന്നത്. അപ്പം മാങ്ങയൊക്കെ പഴുപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന പുട്ടൊക്കെ നമ്മൾ വൈകുന്നേരത്തേക്ക് എടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ വൈകുന്നേരം എടുക്കുന്ന ടൈമിൽ അത് നന്നായിട്ട് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലോട്ട് ഈ ഒരു പുട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു പുട്ടുണ്ടാവും. നന്നായിട്ട് ഹാർഡായി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. സാധാരണ നമ്മളിൽ മിക്കവരും ചെയ്യുന്നത് ചോറ് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് റൈസ് കുക്കറിൽ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പൊ ഈ ഒരു റൈസ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ എടുക്കണം കേട്ടോ. അങ്ങനെ ഇത് വെള്ളമാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നാരങ്ങ നീര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഈ ഒരു നാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നാരങ്ങയുടെ കുരു അതിലോട്ട് പെടാനും പാടില്ല. ഇപ്പൊ ഇത് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജീരകശാല അരിയാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു അരി കുതിർത്തിട്ടോ അല്ലെങ്കിൽ വറുത്തിട്ടോ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു അരി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു വെള്ളത്തിന്റെ തിളയൊക്കെ ഒന്ന് നിൽക്കുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതായത് നമ്മൾ അരി ചേർത്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരണം.
പിന്നെ ഇത് ഓൾറെഡി തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് കുറച്ചൊന്ന് കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ചെറുതായിട്ടൊന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതാ അടപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ എന്താ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിലുള്ള ചൂട് മൊത്തം പുറത്തേക്ക് പോകും. അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടി, അതായത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റൈസ് കുക്കറിന്റെ അടപ്പ് കൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇത് എപ്പോഴാണ് നിങ്ങൾ തുറന്നു നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഇതാ 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പം ഇതാ കണ്ടില്ലേ, ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഞാൻ എന്താ ആ ഒരു ചോറിലോട്ട് കശുവണ്ടി വറുത്തതും പിന്നെ അതുപോലെ തന്നെ ഉള്ളി വറുത്തതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ അവസാനമായിട്ട് അതിലോട്ടേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് റൈസ് കുക്കറിലിട്ട് അടച്ചു വെക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് മാത്രം മതി. ആ ഒരു ഉള്ളി വറുത്തതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നെയ്യിൻ്റെയൊക്കെ ഫ്ലേവർ ചോറിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് ഒന്നും അധികം ചിലവാക്കാതെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചില ടൈമിൽ നമ്മൾ നെയ്ച്ചോറൊക്കെ കുക്കറിലൊക്കെ വെക്കാറുണ്ട്. ആ ഒരു ടൈമിലൊക്കെ കുക്കറിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്നതാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ എല്ലാ അടുപ്പിലും ഉണ്ടാവും സാധനങ്ങൾ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന്റെ അരിയൊക്കെ ഇതുപോലെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കറികളൊക്കെ ആവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നെയ്ച്ചോറ് റെഡിയായി കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, എൻ്റെ ഈ ഒരു സ്റ്റൗവിന്റെ 2 അടുപ്പിലും സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ഇഡ്ഡലിയുടെ മാവൊക്കെ അരച്ചിട്ട് പുളിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുളിച്ച് കിട്ടാറില്ല അല്ലേ. അപ്പോൾ ഇതുപോലുള്ള റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര തണുപ്പുള്ള സമയങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇഡ്ഡലിയുടെ മാവൊക്കെ പുളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. ഒരു മീഡിയം കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ, അതായത് ഒത്തിരി ചൂടുമല്ല ഒത്തിരി തണുപ്പും അല്ലാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ അടച്ചതിന് ശേഷം റൈസ് കുക്കറിലോട്ട് ഡയറക്റ്റ് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അതിനുശേഷം എന്താ ഇതുപോലെ റൈസ് കുക്കറിന്റെ അടപ്പ് കൂടി ഇട്ടിട്ട് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒരു മാവ് പുളിച്ചു പൊങ്ങും. ഇപ്പൊ ഞാൻ എന്താ മാവ് ഇന്നലെ രാത്രി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതാണ്. രാവിലെയാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇപ്പൊ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ആ ഒരു മാവൊക്കെ പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ രാത്രിയൊക്കെ ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും ആ ഒരു മാവ് നന്നായിട്ട് തന്നെ പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ മാവൊക്കെ പുളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ തണുപ്പുള്ള സമയങ്ങളിലൊക്കെയാണ് ഈ ഒരു മാവ് പുളിപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈസ് കുക്കറിന്റെ ഉള്ളിലായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുക. പിന്നീട് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വെള്ളം ഒന്ന് ഒഴിച്ചു കളയാം. അതിനുശേഷം ഈ ഒരു റൈസ് കുക്കറിലോട്ട് മാവ് നിറക്കി വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിലും നന്നായിട്ട് പുളിച്ചു പൊങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇഡ്ഡലി മാവും മാത്രമല്ല നമ്മുടെ അപ്പത്തിന്റെ മാവൊക്കെ പുളിപ്പിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇപ്പൊ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ മാവൊക്കെ പുളിപ്പിക്കാനായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ പുളിച്ചു പൊങ്ങി കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. സാധാരണ നമ്മൾ രാത്രി തന്നെ രാവിലത്തേക്ക് വേണ്ട കറികൾക്കുള്ള ധാന്യങ്ങളൊക്കെ കുതിർക്കാനായിട്ട് വെക്കും അല്ലേ. എന്നാൽ ഇത് നമ്മൾ കുതിർക്കാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുതിർത്തെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ കടലയാണ് എടുത്തത്. കടല നന്നായിട്ടൊന്ന് കഴുകി എടുത്തതാണ് കേട്ടോ ഇത്. ഇപ്പൊ ഞാൻ ഇതാ ഈ ഒരു പാത്രം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. ഇനി ഇതൊന്ന് അടച്ചതിന് ശേഷം റൈസ് കുക്കറിന്റെ അടപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെറും ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു കടലയായാലും പിന്നെ അതുപോലെ തന്നെ ചെറുപയറായാലും ഒക്കെ നമുക്ക് കുതിർന്ന് കിട്ടും. സാധാരണ നമ്മൾ കുതിർക്കാനൊക്കെ മറന്നു പോവുകയാണെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പുറത്ത് വെക്കാറുണ്ട്. അതിന്റെ പകുതി സമയം മാത്രം മതി കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ. പിന്നെ ചെറുപയറൊക്കെ ആണെങ്കിൽ നമുക്ക് വെറും ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇത്രയും സമയം ആവശ്യമില്ല. കടലക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാലും ഒരു അരമണിക്കൂറൊക്കെ പിടിക്കുന്നുണ്ട്. ഇനി ഈ ഒരു റൈസ് കുക്കർ വാങ്ങിച്ച ടൈമിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലെ അരിയൊക്കെ തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചതാണ്. പിന്നീട് റൈസ് കുക്കറൊക്കെ ഓപ്പൺ ചെയ്തു, നന്നായിട്ട് അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റൈസ് കുക്കറിലുള്ള ആ ഒരു പാത്രം അതുപോലെ തന്നെ എടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചോട്ടാ. ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചോറ് ഊറ്റിയെടുക്കാന്ന് കരുതിട്ട് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ച ഈ ഒരു റിങ് ഞാൻ കണ്ടില്ല.
പിന്നീട് ഈ ഒരു റിങ് സ്റ്റൗ കിടന്നിട്ട് പകുതിയോളം ഉരുകിയതിന് ശേഷമാണ് അറിയുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ റൈസ് കുക്കർ ഒക്കെ ഉപയോഗിക്കുന്നവര് ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു റിങ് നിങ്ങൾക്ക് മിസ്സായി പോവുകയാണെങ്കിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഒരു റിങ് നമുക്ക് കിട്ടും കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും. 100 രൂപയിൽ താഴെ റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ പിന്നെ മാക്സിമം ഈ ഒരു റിങ് വെച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. റിങ് വല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേങ്കിൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അപ്പൊ ഈ ഒരു റിങ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ നാൾ ഈ ഒരു റൈസ് കുക്കർ കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു റൈസ് കുക്കറൊക്കെ ഇതുവരെ വാങ്ങിക്കാത്തവരാണെങ്കിൽ ഉറപ്പായും ഇതൊരെണ്ണം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഗ്യാസിലൊക്കെയാണ് നിങ്ങൾ ചോറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പായും ഒന്ന് വാങ്ങിച്ചു വെച്ചോളൂ. നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ചോറിന്റെ കാര്യം നമുക്ക് വലിയൊരു പണിയായിട്ട് തോന്നുകയില്ല. മാത്രമല്ല ഗ്യാസൊക്കെ ലാഭിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിന്റെ ആവശ്യം കഴിഞ്ഞ ശേഷം ഇതുപോലെ നന്നായിട്ട് തുടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ നാൾ ഈ ഒരു റൈസ് കുക്കർ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.